പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹവാർ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്ത ഒരു പ്രപഞ്ച മന്ദിരം പോലെ ഒരിക്കലും പൂർത്തിയാകാത്ത സംഭാഷണ വേളകളിലെ ഒരിക്കലും പൂർത്തിയാകാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്ക്, ആ മനോഹര വാക്കുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു 8 മിനിറ്റ് കൊണ്ട് നമ്മളത് സംശയലേശം തന്നെ വളരെ മനോഹരമായിട്ട് നമ്മൾ പഠിക്കും. ഇനി മേലിൽ നമുക്ക് അതേക്കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല. ആ വാക്ക് രഹാഹേ, രഹിഹേ, രഹേഹേം, രഹിഹേം, രഹേഹേം, രഹിഹേ, രഹേഹോ, രഹിഹോ, രഹാ ഹേ, രഹിഹേ, ഹാഹും രഹിഹും. എന്താണ് ഇപ്പോൾ തമ്മിലുള്ള വ്യത്യാസം? 8 വാക്കുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ 8 വാക്കുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? സത്യത്തിൽ ഈ 8 വാക്കുകളും പാവങ്ങളാണ്. ഒരമ്മ പെറ്റ ഒറ്റ പ്രസവത്തിലെ 8 കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവയെ കണ്ടാൽ തിരിച്ചറിയാൻ ഭയങ്കര പ്രയാസമാണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, ഈ വാക്കുകളുടെ എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണ്. വളരെ ഈസിയാണ് കേട്ടോ അത് പഠിക്കാൻ. നമ്മൾ വിചാരിക്കുന്ന ഒറ്റ കഷ്ടപ്പാടില്ല. ഗ്രാമർ പഠിക്കുന്ന ബുദ്ധിമുട്ടൊന്നും പഠിക്കാനില്ല. കാരണം ഒറ്റ അർത്ഥമാണ്. ഈ 8 വാക്കിനും ഒരേ അർത്ഥമാണ്. പിന്നെ അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് നമ്മളിപ്പോൾ വളരെ ഈസി ആയിട്ട് ടപ്പം നമ്മൾ പഠിക്കാൻ പോകട്ടെ. ഒരു സംശയം വേണ്ട. മേ എന്നാണ് ആ സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ അവസാനം ഹും എന്ന് വരണം. ഇത് നമ്മൾ ഈസി ആയിട്ടങ്ങ് പഠിച്ചാൽ മതി. തള്ള പശു പിന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് ഒരു വഴിക്ക്, ചന്തയിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവുക എന്ന് വിചാരിച്ചോ. അപ്പോൾ അല്ലെങ്കിൽ കുളിപ്പിക്കാൻ വേണ്ടി തോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പശു എന്ത് ചെയ്ത് അത്ര വലിച്ചിട്ട് പോരുന്നില്ല. കാരണം എന്താ? ക്ടാവ് പുറകിലാണ്. ക്ടാവ് അവിടെ കിടക്കുമ്പോൾ പശുവിന് പോരാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ആദ്യം ക്ടാവിനെ എടുത്ത്, കുഞ്ഞു ക്ടാവല്ലേ, ക്ടാവിനെ എടുത്ത് നമ്മൾ നെഞ്ചത്ത് വെച്ച് ചേർത്ത് പിടിച്ച് അങ്ങനെ നമ്മൾ പശുവിൻ്റെ മുന്നേ അങ്ങ് പോയാൽ മതി. പശു നമ്മളൊന്നും ചെയ്യില്ല. അത് കൂടി വന്നാൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നക്കുള്ളൂ. അപ്പോൾ പശുവിനെ നമ്മൾ ക്ടാവിനെയും കൊണ്ട് തോട്ടിലേക്ക് പോകുന്നു. ഈസി ആയിട്ട് പശു നമ്മുടെ പുറകെ വരുന്നു. അതുപോലെ നമ്മൾ ഹിന്ദി സംസാരിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി നമ്മൾ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. 100% കോൺഫിഡൻസ്, 100% ഗ്യാരണ്ടി. ഇപ്പോൾ 3 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്. ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും. 3-1 ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ്. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ. പാകിസ്ഥാനികളോടോ, ബർമ്മക്കാരോടോ, ബംഗ്ലാദേശുകാരോടോ, നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം. അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം. ഓഫർ തീരുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഗ്രാമറമ്മ വന്ന് നമ്മളെ ആലിംഗനം ചെയ്യും. അതല്ലേ നല്ലത്? നക്കും. പശു കിടാവിന് നക്കുന്നത് പോലെ ഈ ഗ്രാമറമ്മ വന്നിട്ട് പഠിതാക്കളെ നക്കി തിന്നാനായിട്ട് വരും. നമുക്ക് 1-2 ഉദാഹരണം നോക്കാം. ഇതെങ്ങനെയാണ്? മേ രാജുഹും, ഞാൻ രാജുവാണെന്നേ. മേ രാജുഹും, ഞാൻ രാജുവാണ്. ഇനി നമുക്ക് ഷോർട്ടായിട്ട് നാടൻ സംസാരത്തിൽ പറയണ പോലെ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാന്ന്. അപ്പോൾ നമ്മൾ പറയാണ് രാജു. തീർന്നു, അത്രേ ഉള്ളൂ. അതിനെന്തിനാ ഈ ഗ്രാമറിൻ്റെ കെട്ട് മുഴുവൻ വലിച്ച് പാണ്ടക്കെട്ട് മുഴുവൻ നമ്മൾ ഏറ്റിക്കൊണ്ട് കൊടുക്കണേ? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തും കോൻ ഹോ എന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ തും എന്ന് ആദ്യം വന്നപ്പോൾ അവസാനം ഹോ എന്നാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഓർമ്മ നോക്കണം. തും കോൻ ഹോ, തും കോൻ ഹോ. തും ആദ്യം ഇവിടെ തുടങ്ങി. ഇപ്പോൾ തും എന്ന വാക്ക് ആദ്യം തുടങ്ങി. അപ്പോൾ തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കോൻ എന്ന് പറഞ്ഞാൽ ആര്. തും കോൻ, നിങ്ങൾ ആര്. ഹോ, ആണ്. തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു, നിങ്ങൾ ആരാണ്. അപ്പോൾ ഈ ഹോ എന്നുള്ള അർത്ഥം എന്താ വന്നത്? അവിടെ ആണെന്നുള്ള അർത്ഥം വന്നു അല്ലേ? ആകുന്നു അല്ലെങ്കിൽ ആണ്. തും കോൻ ഹോ, നിങ്ങൾ ആരാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്. അപ്പോൾ ആദ്യം നമ്മളെന്താ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മറുപടി എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ മറുപടി ഇതാണ്. മേ തങ്കച്ചൻ ഹും, ഞാൻ തങ്കച്ചനാണ്. അപ്പോൾ ഹും എന്ന് പറഞ്ഞപ്പോൾ ആണെന്ന് അർത്ഥം വന്നില്ലേ?
അല്ലെങ്കിൽ ആകുന്നു എന്നർത്ഥം വന്നില്ലേ? തും കോൻ ഹോ എന്ന് ചോദിച്ചപ്പോഴോ നിങ്ങൾ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാകുന്നു, ആണെന്നും ആകുന്നു എന്നല്ലേ അർത്ഥം വന്നത്? അർത്ഥം മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇതന്നെ സ്ഥിതി. നമ്മൾ പുല്ലിംഗം, സ്ത്രീലിംഗം എന്നിവയ്ക്ക് പ്രത്യേകം വാക്കുകൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദി. അതായത് പുരുഷവർഗത്തിൽപ്പെട്ട ഒരാൾ പറയുമ്പോൾ വേറെ വാക്കും, സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരാൾ പറയുമ്പോൾ വേറെ വാക്കും ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. അത് നിസ്സാരമായ കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം എന്താണ്? പുരുഷനെക്കുറിച്ചുള്ള ബോധമാണ് വരുന്നതെങ്കിൽ അത് പുല്ലിംഗം, സ്ത്രീയെക്കുറിച്ചുള്ള ബോധമാണ് നമ്മൾ പറയുന്ന വാക്കിലൂടെ വരുന്നതെങ്കിൽ അത് സ്ത്രീലിംഗം. ഷെഫനാഹും, മേ ഷഫനാഹും എന്ന് പറഞ്ഞാലോ, ഞാൻ ഷെഫനയാകുന്നു, ഒരു വ്യത്യാസമില്ല. അവിടെ ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് വാക്കിന് ഒരു വ്യത്യാസവും, ഗ്രാമറിന് ഒരു വ്യത്യാസവും. മേ രാജുഹും, ഞാൻ രാജു ആകുന്നു അല്ലെങ്കിൽ ഞാൻ രാജുവാണ്. മേ ഷഫനാഹും, ഞാൻ ഷഫനയാണ് അല്ലെങ്കിൽ ഞാൻ ഷഫനയാകുന്നു. മേ ദൂത് പീ രഹാഹം, മേ ദൂത് പീ രഹാഹം, ഞാൻ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്നു, ഞാൻ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞുതരാം, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഈ രഹ അല്ലെങ്കിൽ രഹി അല്ലെങ്കിൽ രഹേ അല്ലെങ്കിൽ രഹോ എന്ന് ആ രഹ എവിടെ കണ്ടാലും എന്ത് വിചാരിക്കണം? അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രേംനസീർ പറഞ്ഞ പോലെ പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെ പണി തീരാത്ത വീടിനെക്കുറിച്ച്, പണി തീരാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, എഴുതി തീരാത്ത കാര്യത്തെക്കുറിച്ച്, തിന്ന് തീരാത്ത കാര്യത്തെക്കുറിച്ച്, കുളിച്ച് തീരാത്ത കാര്യത്തെക്കുറിച്ച്, പോയി തീരാത്ത കാര്യത്തെക്കുറിച്ച്, ചെയ്തു തീരാത്ത കാര്യത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് രഹ അല്ലെങ്കിൽ രഹി അല്ലെങ്കിൽ രഹേ അല്ലെങ്കിൽ രഹു എന്നൊക്കെയുള്ളത്. അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതല്ലെങ്കിൽ ഹിന്ദിയിൽ അതിന് പറയുന്നത് അപൂർണ്ണ വർത്തമാനകാലം എന്നാണ് പറയുക. ഹിന്ദിയിൽ പറഞ്ഞാൽ അപൂർണ്ണ വർത്തമാനകാൽ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പൂർണ്ണമാവില്ല, പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമാകുകയല്ല ഒരിക്കലും. അതാണ് അപൂർണ്ണ വർത്തമാനകാൽ എന്നാണ് പറയുക. സാമാന്യ വർത്തമാനകാലം എന്ന് പറയാറുണ്ട്, അപൂർണ്ണ വർത്തമാനകാലം എന്ന് പറയാറുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പറയുക പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതിപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ തുടങ്ങിയെന്നൊരു ഐഡിയ ഇല്ല, ഇതെപ്പോൾ തീരുമെന്നും യാതൊരു ഐഡിയ ഇല്ല. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതായത് അപൂർണ്ണ വർത്തമാനകാൽ. അതെന്താണ്? രഹ, രഹേ, രഹി, രഹോ. പിന്നെ എന്തുകൊണ്ടാണ് രഹ എന്നും രഹി എന്നും രഹേ എന്നും ഒക്കെ രഹോ എന്നും ഒക്കെ മാറി മാറി പറയുന്നത് എന്നല്ലേ സംശയം? അതാ പിടിച്ചോ. രഹ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഏകവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പുരുഷനാണ്, ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്, അപ്പോൾ എന്ത് പറയും? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആ കാര്യം ചെയ്യുന്നത്, അപ്പോൾ എന്ത് പറയും? രഹ എന്ന് പറയും. അത് സ്ത്രീ ആണെങ്കിലോ സിമ്പിൾ, അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ രഹി എന്ന് പറയും. അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തീർന്നിട്ടില്ല, തീരുകയില്ല എന്നറിയാലോ, അപ്പോൾ രഹി എന്നാണ് പറയുക. സ്ത്രീയാണ് പറയുന്നതെങ്കിൽ, സ്ത്രീ ബോധം ഉള്ളതാണെങ്കിൽ രഹി എന്നാണ് പറയുക. എന്നാൽ പിന്നെ എന്താണ് ഈ രഹേ? ഈ സിതാ പിടിച്ചോ. രഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ആളുകളുണ്ട്, ഇത്രേ ഉള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തീർന്നിട്ടില്ല, തീരെയില്ല, നമുക്കറിയാം. പക്ഷേ ഒന്നിലധികം ആളുകൾ കൂടി ചെയ്യുന്നതിനാണ് രഹേ എന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെ സ്ത്രീലിംഗമാകുമ്പോൾ എന്ത് ചെയ്യും? സ്ത്രീലിംഗമാകുമ്പോൾ രഹി ഹേം, രഹി ഹേം എന്ന് പറയും. അപ്പം എന്താ ഈ ഹേം എന്നുള്ള അവസാനത്തിൽ ഒരു ചുണ്ട് കൂട്ടിമുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കുമ്പോൾ അതുണ്ടാവില്ല, നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഒരു കുത്ത് അധികമായിട്ട് ഹേയുടെ മുകളിൽ ഒരു കുത്തുണ്ടാവും. അതായത് ഹ എന്നെഴുതി മുകളിൽ 2 മാത്ര ഇട്ടു, അതായത് 2 വര, ചെരിഞ്ഞ 2 വര, അതിന് മാത്ര എന്നാണ് പറയുക. 2 മാത്ര, ഡബിൾ മാത്രയുടെ മുകളിൽ ഒരു കുത്തിടും. കുത്തിന് ബിന്ദി എന്നാണ് ഹിന്ദിയിൽ പറയുക. അപ്പോൾ ഡബിൾ മാത്ര പ്ലസ് എ കുത്ത്, എ ബിന്ദി, അപ്പോൾ എന്ത് പറയും? ഹേം എന്ന് വിളിക്കും. അത് രഹേ ഹേം എന്നാണെങ്കിൽ പുരുഷ ബോധമുള്ളതാണ്, പുല്ലിംഗമാണ്. രഹി ഹേം എന്നാണെങ്കിൽ സ്ത്രീ ബോധമുള്ളതാണ്, സ്ത്രീലിംഗമാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുള്ളതാണത്. ഇനി പുരുഷന്മാരത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോ? അർത്ഥമൊന്നും മാറൊന്നുമില്ല, അർത്ഥത്തിൽ ഒരു വ്യത്യാസമില്ല. എന്നാൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചിട്ട്
നമ്മൾ സംസാരിക്കാൻ പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രേം നസീറിൻ്റെ ഒരു ചിത്രം 600 കഷ്ണങ്ങളാക്കി കീറിയതിന് ശേഷം അത് താഴെ ഇട്ടിട്ട് നമ്മളോട് പറയുകയാണ് അതെല്ലാം കൂട്ടി വെച്ചിട്ട് നിങ്ങളൊന്ന് ആരാണെന്ന് പറയാൻ. അപ്പോൾ നമ്മൾ ഓരോ കഷ്ണം കൂടെ കൂട്ടി വെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെൻറ്റൻസ് നമുക്ക് പൂർത്തിയാക്കാൻ ചിലപ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ ദുബായി പോയിട്ട് തിരിച്ചു വരേണ്ടി വരും, നമുക്കത് ഗ്രാമർ ഒപ്പിച്ച് പറയണമെങ്കിൽ. അപ്പോൾ നമ്മളെന്ത് പറയണം? വായ കിട്ടുന്ന പോലെ എടുത്ത് പറയണം. ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല, ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല, അർത്ഥം ഒന്ന് തന്നെയാണ്. അവർ ആവശ്യക്കാരാണ്, അർത്ഥം മനസ്സിലാക്കിയിട്ട് പോകും. ഒരിക്കലും നമ്മളൊരു ഹിന്ദിക്കാരെ നമ്മൾ കളിയാക്കത്തില്ല, ഒരു അന്യനാട്ടുകാർ നമ്മൾ കളിയാക്കത്തില്ല. നമ്മുടെ മലയാളികൾ തമ്മിലാണ് കളിയാക്കുള്ളൂ. നമ്മൾ ഹിന്ദി പറയുന്ന ആളാണെങ്കിൽ ഇംഗ്ലീഷ് പറയുമ്പോഴാണെങ്കിൽ എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ, നമ്മളെ മലയാളികൾ അവരൊരിക്കലും സംസാരിക്കാത്ത ആളെ, അവരൊരിക്കലും ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കില്ല, പക്ഷേ അവർ ഗ്രാമർ മാത്രം പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അവർ നമ്മളെ കളിയാക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മൾ മലയാളികളോട് ഹിന്ദി സംസാരിക്കാനല്ല നമ്മൾ ഹിന്ദി പഠിക്കുന്നത്, മലയാളികളോട് ഇംഗ്ലീഷ് പഠിക്കാനല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്, മലയാളികളോട് ഇംഗ്ലീഷ് സംസാരിക്കാനല്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അത് മലയാളികളോട് ഹിന്ദി സംസാരിക്കാനല്ല, മലയാളികളോട് ഹിന്ദി സംസാരിക്കാനല്ല നമ്മൾ ഹിന്ദി കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. നമ്മൾ ഹിന്ദി പഠിക്കുന്നത് ഹിന്ദിക്കാരോട് പഠിക്കാനാണ്. അവരുടെ നാട്ടിൽ ചെന്ന് അവരുടെ ഭാഷയിൽ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് മതിപ്പാണ്, ബഹുമാനമാണ്, അഭിമാനമാണ് തോന്നുക. അതുകൊണ്ട് ഒരിക്കലും അവർ നമ്മളെ കളിയാക്കത്തില്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അവരുടെ ഭാഷ പഠിച്ചിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനി ആരെങ്കിലും ചിരിച്ചു പോയാലും അത് നിങ്ങളെ കളിയാക്കുന്നതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായ ആ കുഞ്ഞ് ഭാഷ പറഞ്ഞ് പഠിക്കുമ്പോൾ പല തെറ്റുകളും വരും. അപ്പോൾ നമ്മൾ അപ്പനും അമ്മയും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അത് കേട്ട് കഴിഞ്ഞാൽ എന്താ, നമുക്ക് സന്തോഷമാണ്. കുഞ്ഞിനെ നമ്മൾ കളിയാക്കല്ല ചെയ്യുന്നത്, നമ്മൾക്ക് ഒത്തിരി സന്തോഷമാണ് എൻ്റെ കൊച്ചു പറഞ്ഞ് പഠിക്കുന്നു എന്നുള്ള സന്തോഷം. അതുപോലെ ഒരു അപ്പൻ്റെ അമ്മയുടെ സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്, ഒരു സഹോദരൻ്റെ സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു കയറും. വേറൊരാളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിലോ, സ്ത്രീ ആണെങ്കിൽ രഹീഹോ അങ്ങനെ പറയും, രഹാഹോ അല്ലെങ്കിൽ രഹീഹോ. അതും ഏകവചനം തന്നെയാണ്. പുല്ലിംഗം രഹാഹോ, സ്ത്രീലിംഗം രഹീഹോ. യൂട്യൂബിൽ വന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അയ്യോ ഒന്ന് കമൻറ്റ് വന്നിട്ട് ചോദിക്കാം. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയെ കുറിച്ചുള്ള സംശയങ്ങളാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടത്. അല്ല ദൂത് പി രഹാഹ യഹ് എന്നാണ്, പക്ഷെ നമ്മൾ പറയുമ്പോൾ യഹ് എന്നല്ല പറയാറില്ല അങ്ങനെ. ചെറിയ വലിയ 2 ഉണ്ട്. മറ്റേ വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബഹുവചനാണ്. അത് ഇവ എന്നുള്ള അർത്ഥത്തിൽ ഇവ ഇദ്ദേഹം എന്നുള്ള അർത്ഥത്തിലാണ് വലിയ. അതായത് ഒരു യാ എഴുതിയിട്ട് മുകളിലൊരു മാത്ര ചരിച്ച്, അതാണ് വലിയ. അത് ദീസ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവർ ഇത് ഇദ്ദേഹം എന്നാണ് കേട്ടോ. അത് 2 മാറിപ്പോണ്ട. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഈ. എന്ന് പറഞ്ഞാൽ ഇവർ ഇദ്ദേഹം ഇവ. യഹ് ദൂത് പി രഹാഹേ. ഇവിടെ രഹാഹേ എന്ന് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? യഹ് എന്ന് പറയുന്നത് ഒരാളാണ്, സിംഗുലറാണ്. അതുകൊണ്ട് യഹ് ദൂത് പി രഹാഹേ എന്ന് പറഞ്ഞാൽ ഇവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവള് പാല് കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? അതെന്നെ പറഞ്ഞ ചെറിയ മാറ്റം. യഹ് ദൂത് പി രഹിഹേ. അപ്പോൾ ആദ്യം രഹാഹേ എന്ന് പറഞ്ഞപ്പോൾ അവനാണെന്ന് നമ്മൾ മനസ്സിലാക്കി, രഹിഹേ എന്ന് പറഞ്ഞപ്പോൾ അവളാണെന്ന് മനസ്സിലാക്കി. സിമ്പിളല്ലേ? യഹ് ദൂത് പി രഹാഹേ, ഇവൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. യഹ് ദൂത് പി രഹിഹേ, ഇവൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു പ്രവൃത്തി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് രഹി അല്ലെങ്കിൽ രഹ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും പണി തീരാത്ത വീടെന്ന് ഉദ്ദേശിച്ചത് അതാണ്. പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. രഹാഹേ രഹിഹേ രഹേഹേ രഹിഹേ രഹാഹോ രഹിഹോ. ഇനി ബഹുവചനമായിട്ട് ഒന്നിലധികം ആളുകളായിട്ട് അല്ലെങ്കിൽ ബഹുവചനമായിട്ട് എങ്ങനെയെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഹം ദൂത് പി രഹേ, ഹം ദൂത് പി രഹേ. ഞാനും എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഒന്നായിട്ട് വന്നേക്കാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാൽ കുടിക്കുകയാണ്. ഹം ദൂത് പി രഹേ, ഹം ദൂത് പി രഹേ ഹേ. ഇവിടെ എന്താ വ്യത്യാസം വന്നേ? അർത്ഥത്തിന് വ്യത്യാസമില്ല, വാക്കുകൾക്ക് വ്യത്യാസമില്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കലുള്ള വ്യത്യാസം ഇതാണ്. രഹ രഹി എന്നുള്ളിടത്ത് നമ്മളെന്താണ്, ഒന്നിലധികം ആൾ വന്നപ്പോൾ രഹേ എന്ന് വെച്ചു. പിന്നെ ഹേ ഹേ ഹേ
ആകാരം, ഹേകാരം, ഏകാരം. അത് സ്ത്രീലിംഗമാണെങ്കിലോ രഹി 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 ഹി 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 രഹി രഹി രഹി. വള്ളി, വള്ളിയില്ലേ നമ്മൾ വാ എഴുതിയിട്ട് വീന്ന് എഴുതൂല്ലേ, ആ വള്ളി അതന്നെ. അപ്പോൾ അതാണ് രഹി സ്ത്രീലിംഗം, രഹ പുല്ലിംഗം, രഹേ ബഹുവചനം, ഹേ രഹേ രഹേ ബഹുവചനം. രഹേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ചിഹ്നം എന്താക്കണം, ഹേം എന്ന് വെക്കണം. ഹേം ചുണ്ട് കൂട്ടിമുട്ടണം, ഹേം. അവിടെ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ഹായുടെ മുകളിൽ 2 മാത്ര ചെരിച്ച് 2 വര, അതിൻ്റെ മുകളിലൊരു ബിന്ദി, അതായത് ഒരു കുത്ത്. അപ്പോൾ ഹേം എന്നായി ബഹുവചനം. ബഹുവചനമാണെങ്കിൽ ഹേയുടെ മുകളിലൊരു കുത്തുണ്ടാവും എന്ന് വിചാരിച്ചാൽ മതി. രഹി ഹേം, രഹേ ഹേം, രഹേ ഹേം അല്ലെങ്കിൽ രഹി ഹേം. ഹം ദൂത് പി രഹി ഹേം, ഹം ദൂത് പി രഹി ഹേം. ഇത് സ്ത്രീലിംഗ. ഒരു സ്ത്രീ, ഒരു ഗ്രൂപ്പ്, സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ്, പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് നിന്ന് പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ ഒരാൾ പറയാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി പറയാണ്, ഹം ദൂത് പി രഹി ഹേം, ഹം ദൂത് പി രഹി ഹേം. ഞങ്ങൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹം ദൂത് പി രഹി ഹേം. താങ്കൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ എങ്ങനെ പറയും, ആപ് ദൂത് പി രഹേ ഹേം, ആപ് ദൂത് പി രഹേ ഹേം. അപ്പോൾ നമ്മൾ ബഹുമാനത്തോട് പറയണം. ആപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാളെ ഉള്ളൂ, പക്ഷേ നമ്മൾ അവരെ ബഹുമാനത്തോടെ പറയണം. അപ്പോൾ നമ്മളെന്ത് പറയും, രഹേ ഹേം, രഹേ ഹേം, ആപ് ദൂത് പി രഹേ ഹേം. അങ്ങ് പാൽ കുടിച്ചിട്ടുണ്ട്. അതൊരു സ്ത്രീയാണെങ്കിലോ ആപ് ദൂത് പി രഹി ഹേം, ആപ് ദൂത് പി രഹി ഹേം. ബഹുമാനിക്കപ്പെടേണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ പറയുക, ആപ് ദൂത് പി രഹി ഹേം, ആപ് ദൂത് പി രഹി ഹേം. അതൊരു പെണ്ണാണ്, അവരെ താങ്കൾ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏ ദൂത് പി രഹേ ഹേം, ഏ ദൂത് പി രഹേ ഹേം. ഇവിടെ എന്താണ് ഏക്ക് പി രഹേ ഹേം എന്ന് പറയാൻ കാരണം, ഏ വലിയ ഏ ആണ്. അതായത് ഇവർ, ഇവ, ഇത് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഏയുടെ മുകളിൽ ഒറ്റ മാത്രയുണ്ട്, ഏയുടെ മുകളിൽ ഒരു മാത്രം, ഒരു വരയുണ്ട്. മറ്റേ ചെറിയ ഏ എന്ന് പറഞ്ഞാൽ യായും ഹായും കൂടെ കൂടിയാണ്, യഹ് എന്നാണ് പറയുക. യഹ് അത് ചെറിയ ഏ, അത് ഇവൻ, ഇവൾ, ഇത് എന്നർത്ഥം. എന്നാൽ ഏയുടെ മുകളിൽ വരയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവ, ഇത്, ഇവർ, ഇദ്ദേഹം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. വേ ദൂത് പി രഹേ ഹേം, വേ ദൂത് പി രഹേ ഹേം. വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നാണ് അർത്ഥം. അവർ, അദ്ദേഹം, അവ എന്നൊക്കെയാണ് വേ എന്ന് പറയുന്നത്. വായുടെ മുകളിൽ ഒരു ചെറിയ വര, അതിന് വരയ്ക്ക് മാത്ര എന്ന് പറയുന്നതിന് ആദ്യം പറഞ്ഞല്ലോ, വായുടെ മുകളിൽ ഒരൊറ്റ വര മാത്രം ഉണ്ടാവും, ഒരു മാത്ര, വേ. അതിൻ്റെ അർത്ഥം എന്താണ്, അവർ, അദ്ദേഹം, അവ എന്നാണ്. അവർ, അദ്ദേഹം, അവ. വേ, വേ എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ, അദ്ദേഹം, അവ. വേ ദൂത് പി രഹേ ഹേം. അപ്പോൾ ബഹുമാനത്തോടെയാണ് പറയുന്നത്. അത് ഒന്നിലധികം ആൾക്കാരുണ്ടാവും, ഒരാളായിരിക്കും ചിലപ്പോൾ. വേ ദൂത് പി രഹേ ഹേം, രഹേ ഹേം. അവിടെ ഹായുടെ മുകളിൽ രഹ എന്നുള്ള പറയുന്നത്, രഹേ ഏകാരം, ഹേ. അപ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗം തോന്നുന്നു ഹേം എന്ന് തോന്നുന്നു അല്ലേ. ബഹുവചനം വരുമ്പോൾ കുത്തിടണം, ഹേയുടെ മുകളിൽ കുത്തിടണം. ഓക്കെ. അപ്പോൾ വേ ദൂത് പി രഹേ ഹേം, അവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ നമുക്ക് പറയാം. വേ ദൂത് പി രഹി ഹേം. ചെറിയ മാറ്റമുള്ളൂ, ആ രഹേ എന്നുള്ളത് രഹി എന്ന് തന്നെ വെക്കണം, അത്രേ ഉള്ളൂ സ്ത്രീയുടെ കാര്യത്തിൽ. അങ്ങനെയാണ്. അപ്പോൾ പുരുഷൻ എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം, ആ എന്നിൻ്റെ അവസാനത്തെ ഇത് മുകളിലേക്കാണ് നിൽക്കുന്നത്, പുരുഷൻ. പുരുഷൻ്റെ അവസാനത്തെ എന്ന് പുരുഷൻ. സ്ത്രീയുടെതോ സ്ത്രീ എന്ന് എഴുതി നമ്മളിങ്ങനെ സ്ത്രീ, അത് കഴിഞ്ഞിട്ട് മുകളിൽ സ്ത്രീ ആക്കാൻ ഒരു വള്ളി താഴേക്ക് വലിച്ചിടല്ലേ, സ്ത്രീ. അപ്പോൾ എന്തായി, അതാണ് ഇവിടെ പറയുന്നത്. രഹ എന്നുള്ളിടത്ത് അല്ല, രഹേ എന്നുള്ളിടത്ത് രഹി എന്നും, രഹ എന്നുള്ളിടത്ത് രഹി എന്നുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇദ്ദേഹം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സ്ത്രീകളുടെ സമൂഹം പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അതിനർത്ഥം. എന്താണ്, വേ ദൂത് പി രഹി ഹേം, വേ ദൂത് പി രഹി ഹേം. അവിടെ ഹേയുടെ മുകളിൽ കുത്തുണ്ട്, ബഹുമാനമായതുകൊണ്ട്, ബഹുവചനമായതുകൊണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ, ആ ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിൽ അമർത്തിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ
നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നന്നായിട്ട് കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതണം. സംശയങ്ങളുള്ളതെല്ലാം നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആവശ്യം, ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. തും ദൂത് പി രഹി ഹോ, തും ദൂത് പി രഹി ഹോ, അതെന്താണ്? സ്ത്രീലിംഗാണ്. രഹി എന്ന് പറഞ്ഞില്ലേ, തും ദൂത് പി രഹി ഹോ. നമ്മൾ ഈ തും എന്ന് പറയുന്നത് അതൊരു ഫോർമൽ ലാംഗ്വേജ് അല്ല കേട്ടോ, അത് മനസ്സിലാക്കണം. തും എന്നുള്ളത് ഇൻഫോർമൽ ലാംഗ്വേജാണ്. ഫോർമൽ ലാംഗ്വേജ് ആപ്പ് എന്നാണ് പറയുക. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ്. ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഉപയോഗിക്കണേ അങ്ങ് എന്നാണ് അർത്ഥം വരിക. താങ്കൾ എന്ന് നമുക്കതിനെ സാമാന്യമായിട്ട് നിർവചിക്കാം. തും എന്ന് പറയുന്നത് നിങ്ങൾ എന്നാണ്. അത് ശരിക്കും ഇൻഫോർമലാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നിങ്ങൾ എല്ലായിടത്തും ആപ്പ് എന്ന് ഉപയോഗിക്കുക. തും എന്ന് ഉപയോഗിക്കുന്നിടത്തല്ല നിങ്ങൾ ആപ്പ് എന്ന് ഉപയോഗിക്കുക. തും ദൂത് പി രഹേഹോ, തും ദൂത് പി രഹേഹോ. ഇവിടെ രഹേ എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ആളെ, അത് മുന്നിൽ നിൽക്കുന്ന ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, ആരായാലും ഒറ്റക്കാരനായാലും. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അത് നല്ലതാണ് കേട്ടോ. അവൻ എന്ന് പറയുമ്പോൾ രഹ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ തും എന്ന് നമ്മൾ മുന്നിൽ നിൽക്കുന്ന പേഴ്സണാണ്, സെക്കൻഡ് പേഴ്സണാണ്. അപ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളെ ഒരിക്കലും നമ്മൾ നിന്ദിച്ച് പറയാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെന്ത് പറയണം? തും ദൂത് പി രഹേ ഹോ, തും ദൂത് പി രഹേ ഹോ.